നമസ്കാരം. കോളനി ഭരണരേഖകളും ദേശഭാഷയും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ഇവിടെ സംസാരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ കോലത്തിരിയുടെ അനുവാദം വാങ്ങിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയിൽ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അത് പിന്നീട് അധീശത്വമായി മാറുന്നത് നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഏതാണ്ട് 100 വർഷങ്ങൾ കൊണ്ട് മലബാറിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലാകെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യമുറപ്പിക്കുന്നത് നാം വായിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലശ്ശേരി തുക്കടി സൂപ്രണ്ട് മലബാറിലെ നാട്ടുരാജാക്കന്മാർക്ക് മുകളിലും ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും മുകളിൽ സർവാധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ ചിത്രം 1796 മുതൽ 1800 വരെ ഉള്ള കാലയളവിൽ എഴുതപ്പെട്ട ഔദ്യോഗിക കത്തിടപാടുകളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. കുടക്, ചിറക്കൽ, കോട്ടയം, കടത്തനാട്, ഇരുവനാട്, കുറുങ്ങോട്ട്, രണ്ടുതറ, ലക്ഷദ്വീപ്, കുറുമ്പ്രനാട് ഈ ഭരണപ്രവിശ്യകളിലുള്ള രാജാക്കന്മാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ അഭിപ്രായങ്ങളും വേവലാതികളും സങ്കടങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ രേഖകളിൽ അലയടിക്കും. അതുകൊണ്ട് കോളനി ഭരണരേഖകൾ എന്നിവിടെ വിവക്ഷിക്കുന്നത് 1796 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നാട്ടിലെ സാധാരണ ജനങ്ങളും രാജാക്കന്മാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ കത്തിടപാടുകളാണ്. ഈ കത്തിടപാടുകൾ 1859 ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷുകാരിൽ നിന്ന് ശേഖരിച്ച് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ജർമ്മനിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മലബാർ മാനുവൽ എഴുതിയ ലോഗൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രേഖകൾ കണ്ടിട്ടില്ല, മലയാളം രേഖകൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പുകളാണ് കേരളത്തിൻ്റെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മലയാളം രേഖകൾ അറിയപ്പെടുന്നത് തെള്ളിച്ചേരി റെക്കോർഡ്സ് എന്നാണ്. ആ പേരിട്ടിരിക്കുന്നത് തന്നെ ഗുണ്ടട്ടാണോ എന്നുപോലും നമുക്ക് സംശയിക്കാം. തെള്ളിച്ചേരി ഫാക്ടറി റെക്കോർഡ്സ് എന്ന് ഇംഗ്ലീഷ് കമ്പനിയുടെ രേഖകളിൽ കാണുന്നുണ്ട്. പക്ഷേ തെള്ളിച്ചേരി റെക്കോർഡ്സ് എന്നാണ് ഗുണ്ടറ്റിൻ്റെ നിഘണ്ടുവിൽ ഓരോ പദത്തെയും കുറിച്ച് വിവരണം നൽകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. TR തെള്ളിച്ചേരി റെക്കോർഡ്സ് ആണ് തലശ്ശേരി രേഖകൾ. തലശ്ശേരി രേഖകൾ 1991 ഡോക്ടർ സ്കറിയ സക്കറിയ ജർമ്മനി സന്ദർശിക്കുന്ന കാലത്താണ് ഇത് കണ്ണിൽപ്പെടുന്നത്. അത് പിന്നീട് മൈക്രോ ഫിലിമുകളും ഫോട്ടോ പകർപ്പുകളുമായി എടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ കേരളത്തിലെത്തിയതിന് ശേഷം ഈ രേഖകൾ കേരള പഠനത്തിൻ്റെ മുഖ്യ ഉപാദാനമായി മാറുന്നതും നാം കാണുന്നുണ്ട്. കേരള പഠനം എന്ന് പറയുമ്പോൾ ചരിത്രമുണ്ട്, സമൂഹ പഠനമുണ്ട്, നീതിന്യായ പഠനമുണ്ട്, സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമുണ്ട്. അങ്ങനെ പലതും കലർന്നു വരുന്ന ഈ പഠന മേഖലയ്ക്ക് നിർണായകമായ രേഖകളായി ഇവ തിരിച്ചെത്തി എന്നുള്ളത് പ്രത്യേകം ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. സാമാന്യമായി പറഞ്ഞാൽ ഈ രേഖകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ മലയാളത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന രേഖകളാണ് ഇവ എന്നുള്ളതാണ്. ഇന്നത്തെ മലയാളത്തിൽ നാം കാണുന്ന വാക്യത്തിൻ്റെ മാതൃകകൾ, വാക്യത്തിൻ്റെ സാധ്യമായ പുനർലേഖനങ്ങൾ ഒക്കെ ഈ രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആധുനിക മലയാളത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഗദ്യത്തെയാണ് ഗുണ്ടട്ട് ബെസ്റ്റ് മലയാളം പ്രോസ് അന്നേ വിളിച്ചത്. ബെസ്റ്റ് മലയാളം പ്രോസ് എന്നാണ്, ഉത്തമ മലയാള ഗദ്യം എന്നാണ് ഗുണ്ടട്ട് ഇതിന് കൊടുത്തിരിക്കുന്ന വിശേഷണം. ഇവിടെ ഈ രേഖകൾ എന്താണ്, ഈ രേഖകൾക്ക് കേരള പഠനത്തിനുള്ള പ്രാധാന്യം എന്നതിനൊപ്പം തന്നെ ഈ രേഖകളുടെ സ്വഭാവം എന്താണ്, ഈ രേഖകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൻ്റെ സാമൂഹിക മാനങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നാം കൂടുതൽ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. 1864 രേഖകൾ
ഇതിലുണ്ട്. തലശ്ശേരി രേഖകളെന്ന് പൊതുവേ നാം പറയുന്ന ഈ രേഖാശേഖരത്തിൻ്റെ ഒരു ഭാഗം തലശ്ശേരി രേഖകളെന്നും മറുഭാഗം പഴശ്ശി രേഖകളെന്നും ആണ് വിളിക്കുന്നത്. ആകെ 13 വോള്യങ്ങളായിട്ടാണ് ഇത്രയും കാലത്തെ രേഖകളെ ഇംഗ്ലീഷുകാർ സൂക്ഷിച്ചിരുന്നത്. അതിൽ 2 വോള്യങ്ങൾക്ക് പഴശ്ശി രാജാവിൻ്റെ സമരവുമായി നേരിട്ട് ബന്ധമുണ്ട്. 4-12 വോള്യങ്ങളാണവ. ഇത് ഏറെയും പഴശ്ശി രാജാവിൻ്റെ സമരം, പഴശ്ശി രാജാവിനൊപ്പം നിൽക്കുന്നവരുടെ പ്രതിഷേധങ്ങൾ, കമ്പനി പഴശ്ശി രാജാവിന് എഴുതുന്ന കത്തുകൾ, പഴശ്ശി രാജാവിന് ഒപ്പം നിൽക്കുന്ന രാജാക്കന്മാരുടെ നിലപാടുകൾ, കമ്പനിക്കൊപ്പം നിൽക്കുന്ന രാജാക്കന്മാരുടെ നിലപാടുകൾ, ജനങ്ങളുടെ പരിദേവനങ്ങൾ, ഇതെല്ലാം കൂടിയിട്ടാണ്. ബാക്കിയുള്ള 11 വോള്യങ്ങളാണ്, കമ്പനി രേഖയിലെ 11 വോള്യങ്ങളാണ് തലശ്ശേരി രേഖകൾ എന്ന പേരിൽ വേറൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തലശ്ശേരി രേഖകളിൽ 1429 രേഖകളും പഴശ്ശി രേഖകളിൽ 255 രേഖകളും ഉണ്ട്. ആകെ 1864 രേഖകൾ. ഇത് മുഴുവൻ പരിശോധിച്ചാൽ മലബാറിലെ സാമൂഹിക ജീവിതത്തിൻ്റെ, മലബാറിലെ 18 നൂറ്റാണ്ടിലെ 18-19 നൂറ്റാണ്ടിലെ മലബാറിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ രേഖകളുടെ പ്രാധാന്യം, ഈ രേഖകളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പഴശ്ശി രാജാവെന്ന് പറയുന്ന ഒരു പോരാളിയുടെ താല്പര്യങ്ങളും കമ്പനിയോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ടിപ്പു സുൽത്താനുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളും മറ്റ് ചിറക്കൽ രാജാവ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരുമായി നിലനിന്ന സൗഹൃദങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നികുതി പിരിവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ, വയനാടിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ രേഖകളുടെ വരവിന് ശേഷം ഇവിടുത്തെ മുഖ്യധാരയിലുള്ള ചരിത്രകാരന്മാരൊക്കെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണ്. മറുവശമുണ്ട്. ഈ രേഖകളുടെ ഭാഷയെ മുൻനിർത്തി, ഈ രേഖകളുടെ ഭാഷയുടെ പ്രാധാന്യത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് മറ്റൊരു ഭാഗം. ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ ആരൊക്കെയാണ് എഴുതുന്നത്? ഇംഗ്ലീഷ് കമ്പനിയുടെ മലബാറിലെ മേലധികാരി എഴുതുന്നുണ്ട്, കത്തുകൾ എഴുതുന്നുണ്ട്. ആർക്കൊക്കെയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കാണ് എഴുതുന്നത്. നാട്ടുരാജാക്കന്മാർക്ക് താഴെയുള്ള ഒരാളും ഇംഗ്ലീഷ് കമ്പനിയുമായി കത്തിടപാടുകൾ നടത്തുന്നില്ല. കത്തെഴുതാനുള്ള അധികാരത്തെ സംബന്ധിച്ച് കൊളോണിയൽ പീരീഡിൽ നിലനിന്ന കീഴ്വഴക്കം എന്തായിരുന്നു എന്ന് ഇതിൻ്റെ ഘടന നമുക്ക് തെളിയിച്ചു തരും. മറ്റുള്ളവർ എഴുതുന്നതൊക്കെ അറിയിപ്പുകളാവാം, അവർക്ക് ഹർജികൾ എഴുതാം കമ്പനിക്ക്, ഇതെല്ലാം കമ്പനി ഫയലിൽ സ്വീകരിക്കും. പക്ഷേ കമ്പനി അവർക്കൊന്നുമല്ല മറുപടി എഴുതുന്നത് വളരെ ഔപചാരികമായി ഈ രാജാക്കന്മാർക്കാണ്. പഴശ്ശി രാജാവിന് എഴുതുന്ന ധാരാളം കത്തുകളുണ്ട്. കുറുമ്പ്രനാട്ട് വീരവർമ്മയ്ക്ക് എഴുതുന്ന ധാരാളം കത്തുകളുണ്ട്. ചിറക്കൽ രാജാവിന്, കടത്തനാട്ട് രാജാവിന്, കണ്ണൂർ ആദിരാജ ബീബിക്ക്, ഇവർക്കെല്ലാം എഴുതുന്ന കത്തുകളുണ്ടാവും. ഇവർക്ക് കത്തുകൾ എഴുതുന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഇംഗ്ലീഷിൽ മദ്രാസിലേക്കും ബോംബെയിലേക്കും കൽക്കട്ടയിലേക്കും അയക്കും. ഇതെല്ലാം ഒരു വലിയ ശേഖരമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അവരെഴുതി തയ്യാറാക്കുന്നത് അത്രയും ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് നാട്ടുരാജാക്കന്മാരാവട്ടെ, സാമാന്യ ജനങ്ങളാകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, മലയാളത്തിൽ തയ്യാറാക്കുന്നതൊക്കെ വിവർത്തനം ചെയ്തിട്ടാണ് അവർ അവരുടെ വിനിമയങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മലയാളം രേഖകൾ തന്നെ പലതും നമുക്ക് ഈ കാലത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ളത് കണ്ടു കിട്ടിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. 1796 വരെയുള്ളതും 1799 800 ശേഷമുള്ളതും, 800 ശേഷം വളരെ കുറച്ച് രേഖകൾ മാത്രമേ ഉള്ളൂ. പഴശ്ശി രാജാവ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള കുറച്ച് രേഖകൾ, അത് കലാപം വളരെ ശക്തമായി നിൽക്കുന്ന രേഖകൾ, അത് വളരെ ക്രമമില്ലാത്ത രീതിയിലാണ് കണ്ടുകിട്ടിയത്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മലയാളം രേഖകളെ നാടിൻ്റെ സ്വഭാവം അറിയാൻ, നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ അറിയാൻ, ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ, അവരുടെ ഭരണവർഗത്തോടുള്ള അവരുടെ നിലപാടുകൾ അറിയാൻ ഒക്കെ അവർക്ക് ഈ മലയാളം രേഖകൾ ഉപകരിച്ചിരുന്നു. എന്നാൽ ഇവ വിവർത്തനം ചെയ്യുന്ന ആളുകൾ രേഖകളിൽ ദ്വിഭാഷി എന്നാണ് പറയുന്നത്, ട്രാൻസ്ലേറ്റർ.
ട്രാൻസ്ലേറ്റർ ഇവയെ ഏത് തരത്തിൽ കൺവേർട്ട് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇവയുടെ താരതമ്യ വായനയിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രേഖകളുടെ ഈ കത്തിടപാടുകളിൽ രണ്ട് തരത്തിലുള്ള കത്തിടപാടുകളെ നമ്മൾ സങ്കല്പിക്കുക. ഒന്നാമത്തേത് ഇംഗ്ലീഷ് കമ്പനിയുടെ സായിപ്പുമാർ, അവരുടെ ഒപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾ. ഇതൊരു പക്ഷമാണ്. രണ്ടാം പക്ഷത്ത് കോളനിയുടെ നിലപാടുകളെ എതിർക്കുന്ന മുഴുവൻ ആളുകളും, രാജാക്കന്മാരുൾപ്പെടെ, പഴശ്ശിരാജാവ് ഉൾപ്പെടെ അവർക്കൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളും. ഇങ്ങനെ രണ്ട് പക്ഷം ഈ രേഖകളിലുണ്ട്. അതേത് രേഖകൾ പരിശോധിച്ചാലും നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഈ രേഖകളുടെ ഉപപാദനം ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഈ രണ്ടു പക്ഷങ്ങളും ഏറെക്കുറെ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ, രാഷ്ട്രീയ പ്രശ്നങ്ങളെ ആണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. സാമ്പത്തിക പ്രശ്നങ്ങളിൽ മുഖ്യ ഇനം നികുതിയാണ്. നികുതി പിരിവാണ് പ്രശ്നം. മൈസൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത്, ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും കാലത്ത്, അവർ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഒരു പ്ലാവ്, ഒരു കവുങ്ങ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇംഗ്ലീഷുകാർ ആ രീതി മാറ്റിയിട്ട് അവർ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം അതാത് നാട്ടുരാജാക്കന്മാർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. നാട്ടുരാജാക്കന്മാർ പിരിവ് നടത്തുന്നു. എത്ര പിരിച്ചാലും ഒരു തുക അവിടെ എത്തിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. കൃഷി, കുരുമുളക് നശിച്ചാലും കാപ്പി നശിച്ചാലും അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. അപ്പോൾ രാജാക്കന്മാർ, കൃഷിക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന രാജാക്കന്മാർ അവർക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ഇംഗ്ലീഷുകാർക്കൊപ്പം നിൽക്കുന്ന രാജാക്കന്മാർ അവരെ ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ആനുകൂല്യം കൊടുക്കാത്ത ഒരു രാജാവാണ് കുറുമ്പ്രനാട്ട് വീരവർമ്മ. കുറുമ്പ്രനാട്ട് വീരവർമ്മയെ നമ്മൾ മനസ്സിലാക്കുന്നത് ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ വേണാട്ടിലേക്ക് പലായനം ചെയ്ത രാജാക്കന്മാരിൽ ഒരാളാണ്. ഇയാൾ തിരിച്ച് മലബാറിലെത്തുമ്പോൾ അയാൾക്ക് അധികാരം വീണ്ടും കൊടുത്ത് കമ്പനി അയാളെ അയാളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആളിന് കുറുമ്പ്രനാട്ടിൻ്റെ അധികാരം മാത്രമല്ല, കോട്ടയത്തിൻ്റെ അധികാരം കൊടുക്കുന്നു, വയനാടിൻ്റെ നികുതി പിരിവ് അധികാരം കൊടുക്കുന്നു. ഇതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കോളനി വിരുദ്ധ സമരം എന്ന പേരിൽ നാം പറയുന്ന പഴശ്ശിയുടെ സമരം രൂപപ്പെട്ടു വരുന്നത്. ഈ സമയത്ത് കുറുമ്പ്രനാട്ട് രാജാവും പഴശ്ശി രാജാവും തമ്മിൽ ഉള്ള പിണക്കങ്ങൾ, ഇഷ്ടക്കേടുകൾ, അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ രേഖകളിൽ ഉടനീളം കാണാം. എന്നാൽ അതേസമയം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ അത്ര കണ്ടു പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുകയും ചെയ്യും. എന്നാൽ പഴശ്ശി കുറുമ്പ്രനാട്ട് വീരവർമ്മയ്ക്ക് അയക്കുന്ന ചില കത്തുകൾ, കുറുമ്പ്രനാട്ട് വീരവർമ്മ കമ്പനിക്കെതിരെ പറയുന്ന ചില പ്രസ്താവനകളുള്ള കത്തുകൾ കമ്പനിക്ക് അയച്ചു കൊടുത്ത് കമ്പനിയും പഴശ്ശിയും തമ്മിലുള്ള ശത്രുത നിലനിർത്തുകയും ചെയ്യും. ഇതിനിടയിൽ പഴവീട്ടിൽ ചന്തു എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. അദ്ദേഹം കത്തുകൾ എഴുതിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. പക്ഷേ പഴശ്ശി രാജാവ് കാര്യക്കാരനാക്കി മാറ്റിയ ഇയാൾ പിന്നീട് കമ്പനി പക്ഷത്ത് ചേരുകയാണ്. അപ്പോൾ കമ്പനി പക്ഷത്ത് ചേരുന്ന ആളിന് കുറുമ്പ്രനാട്ട് വീരവർമ്മയിൽ നിന്നും പഴശ്ശി രാജാവിൻ്റെ മറ്റ് അനുചരന്മാരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ കമ്പനിക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണി ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രേഖകൾ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറുമ്പ്രനാട്ട് വീരവർമ്മയും പഴവീട്ടിൽ ചന്തുവും ചേർന്നാണ് പഴശ്ശിയുടെ ഈ അകൽച്ചയെ വലുതാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. വേറെയുമുണ്ട്, ധാരാളം സംഭവങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ലോകത്തിൻ്റെ വലുതും ചെറുതുമായ 100 കണക്കിന് പ്രശ്നങ്ങളെ ആണ് ഈ രേഖകൾ ഉൾക്കൊള്ളുന്നത്. ഇത് ഭരണപരം മാത്രമല്ല, കൊച്ചു കൊച്ചു മോഷണങ്ങളുടെ കഥകൾ, നീതിന്യായ പ്രശ്നങ്ങൾ വരാം. എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സാധനങ്ങൾ പിടിച്ചു പറിക്കുന്നതിൻ്റെ പ്രശ്നം വരാം.
ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് പഴശ്ശി കോവിലകത്ത് 1796 നടത്തിയ ഒരു കൊള്ളയാണ്. ഇംഗ്ലീഷ് കമ്പനി പട്ടാളത്തെ കയറ്റി അവിടെയുണ്ടായിരുന്ന വസ്തുമുതലുകൾ മുഴുവൻ എടുക്കുന്നു. അതുകൊണ്ടാണ് പഴശ്ശി രാജാവിന് ഇത്രയധികം വിദ്വേഷം കമ്പനിയോടുണ്ടാകുന്നത്. കമ്പനി ഈ മുതലുകളൊക്കെ കുറേയൊക്കെ തിരിച്ചു കൊടുത്തെങ്കിലും അതുപോലും പഴശ്ശിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. പഴശ്ശി മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ രേഖയ്ക്കുള്ളിൽ, ഭാഷയ്ക്കുള്ളിൽ കലർന്ന് വികസിക്കുന്നത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാനിവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നമ്മളിവിടെ രണ്ട് ഭാഷകളെയാണ് കാണുന്നത്. ഒന്നാമത്തെ ഇംഗ്ലീഷിനെ കണ്ടു. ഇംഗ്ലീഷ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനുകളെ അവരുടേതായ രീതിയിൽ വിവർത്തനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി, രാജ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയം ഇപ്പുറത്ത് മലയാള രേഖകളുണ്ട്. ഈ മലയാളം രേഖകൾ തലശ്ശേരിയിൽ സൂക്ഷിക്കുകയാണ്. തലശ്ശേരിയിൽ സൂക്ഷിച്ച ഈ മലയാളം രേഖകൾ ഗുണ്ടറ്റ് കൊണ്ടുപോയി എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഗുണ്ടറ്റിന് കൊടുത്തുവിട്ടത് ഇതെങ്ങനെങ്കിലും ഈ ശല്യം ഒഴിവാകട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാവുമോ എന്ന് തോന്നാറുണ്ട്. ഏതായാലും ഈ രേഖകൾ തിരിച്ചെത്തി. അതുമൂലം നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അന്നത്തെ ചരിത്രത്തെ വൈകാരികമായി തൊട്ടു നോക്കാൻ, തൊട്ടടുത്ത് നിന്നറിയാൻ, രാജാക്കന്മാരെ സാധാരണക്കാരായി മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് ഉപകരിക്കുന്നു. അതേസമയം 1790കളിൽ മലബാറിലുണ്ടായിരുന്ന ഭാഷ എന്താണ്, ആ ഭാഷയ്ക്ക് എത്രത്തോളം ശേഷിയുണ്ടായിരുന്നു എന്നു മനസ്സിലാക്കാൻ നമുക്ക് ഈ രേഖകൾ ഉപകരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സമാന്തരമായി വായിക്കാവുന്ന 3 രേഖകളുണ്ട്. അതിലൊന്ന് 1796 മുൻപ് ഉള്ള രേഖകളാണ്. മൂന്ന് രേഖകളാണ് ഞാനീ പറയുന്നത്. ഒന്ന്, 1599 ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനുകളിലെ ഭാഷ രേഖകളാണ്. രണ്ടാമത്തേത് 1575 1728 ഇടയിലുള്ള മതിലകം രേഖകളാണ്. പത്മനാഭപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അവിടെ സൂക്ഷിച്ചിരുന്നത് ആണ് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തേത് തലശ്ശേരി രേഖകളാണ്. 1796 മുതൽ 1800 വരെ എന്ന് ഞാൻ പറഞ്ഞു. 1799 വരെ എന്ന് പറയും രേഖകൾ. ഈ 3 രേഖകളെയും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് വായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്വഭാവവും ശൈലിയുമുള്ള ഒരു ഭാഷയാണ് തലശ്ശേരി രേഖകളിൽ നിന്ന് നമുക്ക് കാണാം. ഒന്ന് തിരുവനന്തപുരത്തെ ഭാഷയാണ്. മതിലകം രേഖകൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയാണ്. ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനുകൾ എന്ന് പറയുന്ന കൊച്ചി ഭാഷയാണ് കൂടുതൽ. തലശ്ശേരി രേഖകൾ മലബാറിൻ്റേതാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് ആധുനിക മലയാളം വാമൊഴിയിലും വരമൊഴിയിലും ഉപയോഗിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് ഈ മലയാളത്തോട് അടുത്ത് നിൽക്കുന്ന ഗദ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം അത് തലശ്ശേരി രേഖകളാണ്. എന്താണപ്പോൾ തലശ്ശേരി രേഖകളുടെ പ്രത്യേകത? എന്താണ് തലശ്ശേരി രേഖകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അന്ന് അവിടെ ജീവിച്ച ജനങ്ങളുടെ നിലവുകളെയും ഭാവനകളെയും ചിന്തകളെയും അവരുടെ പ്രക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ഭാഷയാണ്. അതെന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ഭാഷയിൽ എന്തൊക്കെയുണ്ട്? ചോദ്യം ചെയ്യുന്ന ഭാഷയുണ്ട്, ന്യായീകരിക്കുന്ന ഭാഷയുണ്ട്, വിമർശിക്കുന്ന ഭാഷയുണ്ട്, ഭീഷണിപ്പെടുത്തുന്ന ഭാഷയുണ്ട്, നിഷേധിക്കുന്ന ഭാഷയുണ്ട്, നിരസിക്കുന്ന, ഏഷണി കൂട്ടുന്ന, പ്രതിരോധിക്കുന്ന, വിധേയപ്പെടുന്ന ഭാഷയുണ്ട്. ഇതെല്ലാം മലയാളത്തിനുള്ളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ സാഹചര്യത്തിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ്
നാം പുറത്തു നിർത്തിയ ഒരു ഭാഷയിലാണ് ഈ സംവേദനങ്ങൾ മുഴുവൻ മലബാറിൽ നടന്നുകൊണ്ടിരുന്നത്. മലബാറിലെ സാമാന്യ ജനം മുഴുവൻ, സാധാരണ ജനം മുതൽ രാജാക്കന്മാർ വരെ പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു ഭാഷയ്ക്ക് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദിയിൽ എന്തൊക്കെ കഴിവുണ്ടായിരുന്നു, ഒരു ഭാഷയ്ക്ക് എത്രത്തോളം കഴിവുണ്ടായിരുന്നു എന്ന് പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ രേഖയിൽ പറയാത്തതൊന്നുമില്ല. സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, നീതിന്യായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചു. ഫൗജദാർ കച്ചേരിയും അദാലത്ത് കച്ചേരിയും ഒക്കെ ഉണ്ട് ഇവിടെ. ക്രിസ്റ്റഫർ പെലെ എന്ന് പറയുന്ന സൂപ്രണ്ട്, വടക്കേ അധികാരി, മജിസ്ട്രേറ്റ് കൂടിയാണ്. നീതിന്യായ വിഷയങ്ങൾ ധാരാളമായി അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നു. സാമ്പത്തിക വിഷയങ്ങൾ, ഒരിടത്തെ നികുതി പിരിവിൻ്റെ മുഴുവൻ കാര്യങ്ങളും അക്കമിട്ടെഴുതി കൂട്ടിവെച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ വിനിമയം. ഭരണപരമായ കത്തിടപാടുകൾ നടത്തുന്നു, പോസ്റ്റിംഗ് ഓർഡറുകൾ കൊടുക്കുന്നു, പരസ്യങ്ങൾ കൊടുക്കുന്നു. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട, പഴശ്ശിരാജാവിൻ്റെ സമരകാലത്ത് നടത്തുന്ന ഒരു വിളംബരമുണ്ട്. ആ വിളംബരം ഇങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം. ആ ഒരു വിളംബരം ഇതാണ്: എല്ലാ ജാതികൾക്കും അറിവാനായിട്ട് പരസ്യമാക്കുന്നത് അതാ എന്നാണ്. എല്ലാ ജാതികൾക്കും. ഇംഗ്ലീഷുകാർ ആണോ നമ്മളുടെ ജാതിയെ കൃത്യമായി ഇനം തിരിച്ച് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളിൽ ജാതിക്കെതിരെ പ്രതിരോധിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് മിഷണറിമാരും ഇംഗ്ലീഷുകാരുമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു കളയുകയാണ് പതിവ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം. തലശ്ശേരിയിൽ അടുക്ക പല കുടിയാന്മാർ അവരുടെ കുടികളിൽ നിന്ന് ഒഴിച്ചു പോക കൊണ്ട എല്ലാ ജാതികൾക്കും അറിവാനായിട്ടും ഈ എഴുതിയതാകുന്നതാണ്. വടക്കേ അധികാരി തലശ്ശേരി തുക്കടി സൂപ്രണ്ടൻ സായിപ്പ് അവർകൾ പ്രജകളെ എല്ലാവരെയും രക്ഷിപ്പാനായിട്ട പയച്ചിയിൽ എത്തിയിട്ടുമുണ്ട്. പയച്ചി പഴശ്ശിയാണ്, മട്ടന്നൂർ ഇന്നത്തെ. ആയതുകൊണ്ട് വല്ല ആളുകളെ അന്യായങ്ങളും മറ്റു പല കാര്യങ്ങളും പറവാനുണ്ടെങ്കിൽ ദിവാൻ കച്ചേരിയും ഫൗജദാർ കച്ചേരിയും ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ആവിലാതി സങ്കടങ്ങളൊക്കെയുമുള്ളവർക്ക് ഉടനെ കേട്ട് തീർത്തു കൊടുക്കുകയും ആം. വിശേഷിച്ച കുടികളെല്ലാവരും താന്താൻ്റെ വീടുകളിൽ വന്ന് സുഖമായി ഇരുന്നു കൊള്ളുകയും വേണം. ശേഷം മുമ്പേ വ്യാപാരം ചെയ്തവർ ഇപ്പോൾ പീടിക അടച്ചത് മുമ്പിലത്തെ പ്രകാരം പീടിക തുറന്നു വ്യാപാരം ചെയ്യുകയും വേണം. ഇത് ഒരു പരസ്യമാണ്. ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭീഷണികളുണ്ട് ഇതിനകത്ത്. ഈ പരസ്യമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഭീഷണിയുണ്ട്. കച്ചവടം നടത്തിയവരൊക്കെ മര്യാദയ്ക്ക് വന്ന് കച്ചവടം നടത്തിക്കണം. ഞാനിവിടെ പഴശ്ശിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഴശ്ശി രാജാവിൻ്റെ കൊട്ടാരത്തിന് തൊട്ടടുത്തുണ്ട് ഞാൻ. നിങ്ങൾ സൂക്ഷിച്ചോളൂ, രാജാവ് പോലും എനിക്ക് അത്ര വലിയ ആളൊന്നുമല്ല. ഇങ്ങനെ പലതരത്തിൽ ഇതൊരു കത്ത് മാത്രം. 1864 രേഖകളിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ ഈ വായിച്ചത്. ഇങ്ങനെ നോക്കിയാൽ മലബാറിലും കേരളത്തിൻ്റെ 18-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ പല ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ള രേഖകളെ അപേക്ഷിച്ച് ഈ ഗദ്യത്തിന് മലയാളത്തിൻ്റെ സ്വാഭാവികതയുടെ സ്വഭാവമുണ്ട്. ഇനി ഇതിൻ്റെ രൂപപരമായ കാര്യങ്ങളിലേക്ക് വരാം. ഈ രേഖകൾക്ക് പലതും പറയാനുള്ള ശേഷിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷുകാരോട് പ്രതിഷേധിക്കാനുള്ള ശക്തിയുണ്ട് രേഖകൾക്ക് എന്ന് നമ്മൾ പറഞ്ഞു. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതാണ്, പ്രതിഷേധിക്കാനുള്ള ശേഷി. ഒരു കൊളോണിയൽ ഭരണത്തോട്, അതിശക്തമായ ഒരു കൊളോണിയൽ ഭരണത്തോട് നടുനിവർത്തി നിന്ന് പ്രതിഷേധിക്കാനുള്ള ശേഷി ഭാഷയ്ക്കുണ്ടായിരുന്നു എന്നാണ്. ഇതിൽ വളരെ രൂപപരമായി കാണുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അതിലൊന്ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ വാക്യഘടനകളുടെ വൈവിധ്യമാണ്. വളരെ ലളിതമായ വാക്യങ്ങൾ, ഒരു നാമവും ഒരു ക്രിയയും മാത്രമുള്ള വാക്യങ്ങൾ മുതൽ
അതിദീർഘമായ വാക്യങ്ങൾ വരെ ഈ രേഖകളിലുണ്ട്. അതിദീർഘമായ വാക്യങ്ങൾ പലപ്പോഴും ഇത് എഴുതുന്നയാളിൻ്റെ ശൈലീപരമായ അവബോധം കൊണ്ട് സംഭവിക്കുന്നതാവാം. ആധാരം എഴുതുന്നത് പോലെ കമ്പനി ഉദ്യോഗസ്ഥരാണ് ഈ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ്, മലയാളികളായ ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ രേഖകളിൽ വളരെ ലളിതമായ ഒരു നാമവും ഒരു ക്രിയയും വരുന്ന ഒരു വാക്യം മുതൽ നീ ഇങ്ങ് വരികയും വേണം, നീ ഇങ്ങ് വരികയും വേണം, പഴശ്ശിരാജാവിൻ്റെ ഒരു കത്തിലുള്ളതാണ്. ഞാനതൊരു ഉദാഹരണം ഇവിടെ വായിക്കാം. ഒറ്റ ഉദാഹരണം. പഴശ്ശിരാജാവ് മുഴക്കുന്നത്ത് പാർവത്യക്കാരന് എഴുതി അയച്ചതാണ്. കൂറ്റരി രാമറ കണ്ടു കാര്യം എന്നാൽ അഞ്ചാനാൽ 500 ഇടങ്ങഴി അരി മാധവൻ്റെ പക്കൽ കൊടുക്കണം. അത് കഴുകയില്ല എങ്കിൽ നെല്ല് കൊടുക്കണം. അതും കഴുകയില്ല എങ്കിൽ മുതലെടുപ്പ് ചാർത്തിയ പട്ടോല കൊടുക്കണം. അതിലും ജരുക്കമെങ്കിൽ നീ താമസിയാതെ തൊടിക്കളത്തേക്ക് വരണം. അത് കഴുകയില്ല എങ്കിൽ പ്രാണനെ രക്ഷിച്ച് വല്ലയിടത്തും പോയിക്കൊള്ളണം. കുടികളുടെ പണം എടുക്കണ്ട, എടുത്തുവെങ്കിൽ നിന്റെ നിര്യാണത്ത ആകുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. 1796 നോക്കുക, ഇവിടെ രാജാവാണ് എഴുതുന്നത്. അപ്പം ഇങ്ങനെ പാർവത്യക്കാരനാണ് എഴുതുന്നത്. പാർവത്യക്കാരൻ എന്ന് പറയുന്നത് പഴശ്ശിയുടെ അധികാരത്തിലുണ്ടായിരുന്നയാളാണ്. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ പക്ഷം ചേർന്ന് നിൽക്കുകയാണ്, ഭീഷണിയാണ്. സാമ്പത്തികമായ ഞെരുക്കമുണ്ടാകുമ്പോൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ്, ഒരു കാര്യം പറയുകയാണ്, ഇവിടെ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. നോക്കുക, ഭാഷയുടെ ഷാർപ്നെസ് നോക്കുക, ഭാഷയുടെ മൂർച്ച നോക്കുക, ഭാഷയുടെ ഉന്നം നോക്കുക. ഇതാണ് ഇങ്ങനെ ഉള്ള ധാരാളം വാക്യഘടനകൾ. ഇതിലെ വാക്യഘടനകളുടെ വൈവിധ്യത്തെക്കുറിച്ച് കേരള സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര വിഭാഗത്തിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ AP ആൻഡ്രൂസ് കുട്ടി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അത്ര വാക്യഘടന വൈവിധ്യം ഇതിലുണ്ട്. രണ്ടാമത്തേത്, തനത് രൂപങ്ങളുടെ ഒരു ഗാലറിയാണ് ഈ രേഖകൾ. തനത് രൂപങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം, മലയാളം രൂപപ്പെട്ടു വന്നതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. മലയാളം മലനാട്ട് തമിഴ്, മലനാട്ടിലെ തമിഴിൻ്റെ, കൊടുന്തമിഴിൻ്റെ ഒരു ദേശീയ ഭേദമാണ് മലയാളമായി രൂപാന്തരപ്പെടുന്നതെന്നൊക്കെ നമുക്കറിയാം. ഒരു ദേശീയ ഭേദം ഇങ്ങനെ മലയാളമായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുള്ളൊരു സിദ്ധാന്തമാണ്, ഒരു സത്യമാണ്. അപ്പോൾ ഇതിനകത്തപ്പോൾ ഏതെല്ലാം ഭാഷകൾ വരാം? ദ്രാവിഡത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള എല്ലാ ഭാഷകളും ഇതിനകത്ത് കലർന്നു വരാം. ഈ തത്വം ഗുണ്ടറ്റ് ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ദ്രാവിഡത്തിൽ നിന്നുള്ള തമിഴ്, കന്നഡ, തെലുങ്ക്, തുളു ഇതൊക്കെ ആണ് ഇതിൻ്റെ റൂട്ടെങ്കിൽ കൃത്യമായി അത് പറയും. ഹിന്ദുസ്ഥാനി ആണെങ്കിൽ അത് പറയും. വിദേശ ഭാഷകൾ ഏതെങ്കിലും അറബിയോ പേർഷ്യനോ ആണെങ്കിൽ അത് പറയും. ഇങ്ങനെ ഈ രേഖകളിൽ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഭാഗത്ത്, ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ്രാവിഡത്തിലെ പ്രാചീന വ്യവഹാര ഭാഷ, കേരളത്തിലെ പ്രാചീന വ്യവഹാര ഭാഷയിൽ ഉണ്ടായിരുന്ന ധാരാളം രൂപങ്ങൾ ഈ രേഖകളിലുണ്ട്. അതിൽ ചിലതിനൊക്കെ ഗുണ്ടറ്റ് അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ആ രേഖകളിലൊക്കെ ഗുണ്ടറ്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ചോദ്യചിഹ്നത്തോടു കൂടി. അതുതന്നെ നമുക്ക് ഇപ്പോൾ അന്വേഷിക്കാവുന്ന ഒരു വിഷയമാണ്. ഞാനിത് പകർത്തി എഴുതുന്ന സമയത്ത് മൂർഖോത്ത് രാവുണ്ണി മാഷിനെയും ഡോക്ടർ കെ ബാലകൃഷ്ണനെയും ഒക്കെ വിളിക്കുമായിരുന്നു ചില വാക്കുകൾ സംശയം വരുമ്പോൾ. അപ്പം അത്തരം നാട്ടുമൊഴിയിലുള്ള ധാരാളം രൂപങ്ങൾ ഈ രേഖാശേഖരത്തിലുണ്ട്. ഇവിടെ നിന്നാണ് ഗുണ്ടറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗുണ്ടറ്റിൻ്റെ നിഘണ്ടുവിൽ എവിടെ നോക്കിയാലും ഈ രൂപങ്ങൾ കൊടുത്തിട്ട് അവിടെ TR എന്നൊരു ചുരുക്കെഴുത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ്. മൂന്നാമത്തെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, വാമൊഴിക്കും വരമൊഴിക്കും ഇടയിലാണ് രേഖകളിലെ ഭാഷ. വാമൊഴിയിലെ ധാരാളം രൂപങ്ങൾ
രേഖയ്ക്കുള്ളിലുണ്ട്. കീയുക എന്നത് മലബാറിൽ സാമാന്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. രേഖകളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു. കൊല കൊത്തുക, വാഴ തറിക്കുക, കുട്ടികളുടെ കാതും കഴുത്തും പറിക്കുക തുടങ്ങി ധാരാളം രൂപങ്ങൾ ഈ രേഖകളിൽ കാണാം. അപ്പം ഇത് മറ്റൊരു കാര്യം ഇതിലെ ഉച്ചാരണ വൈവിധ്യമാണ്. പഴശ്ശി എന്നൊരൊറ്റ വാക്കെടുത്താൽ എത്ര തരത്തിലാണ് പഴശ്ശി എന്ന പദം രേഖകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. 8 or 10 തരത്തിലാണ്. പൈച്ചി, പയശ്ശി, പയച്ചി തുടങ്ങി പലതരത്തിൽ. ലിപി പരിഷ്കാരത്തോടുകൂടി ലിപിനിഷ്ഠമായി വാക്കുകളെ എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യണം എന്നുള്ള വിചാരം നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. എന്നാൽ അതേസമയം വാമൊഴിയിൽ നമ്മൾ എത്രത്തോളം ഉച്ചാരണപരമായ വ്യത്യാസങ്ങൾ വരുത്താമോ അത്രയധികം വ്യത്യാസങ്ങൾ വരുത്താൻ അഭ്യസ്ത വിദ്യർ പോലും മടി കാണിക്കുകയുമില്ല. അവൻ എന്നൊരൊറ്റ രൂപം തന്നെ എടുത്താൽ ഈ രൂപം എത്ര തരത്തിലാണ് കേരളത്തിലുടനീളം ഉച്ചരിക്കപ്പെടുന്നത് എന്നാലോചിക്കുക. എഴുതാൻ ആ വാ എന്ന് 3 അക്ഷരങ്ങളായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ സംഭാഷണ ഭാഷയിൽ ഉച്ചാരണ വൈവിധ്യങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഉച്ചാരണ വൈവിധ്യങ്ങളെ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രേഖകളിലെ ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാവുന്നത്. അടുത്ത ഒരിനം അന്യഭാഷാ പദങ്ങളാണ്. മുൻപ് പറഞ്ഞു, ദ്രാവിഡ കുടുംബത്തിലെ ഭാഷകൾ, പ്രാചീന മലയാളത്തിലെ ദ്രാവിഡ കുടുംബത്തിലെയും പ്രാചീന മലയാളത്തിലെയും ഒക്കെ ഭാഷാരൂപങ്ങൾ ഇതിൽ ധാരാളമായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ മറ്റു വിദേശ ഭാഷകളിൽ അന്യഭാഷകളിൽ ഹിന്ദുസ്ഥാനി, അറബി, പേർഷ്യൻ പോലെയുള്ള ഭാഷകളിൽ നിന്ന് ധാരാളം രൂപങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത് കാണാം. അറബി ഹർജി, കത്ത്, നികുതി, അദാലത്ത് ഇതൊക്കെ അറബിയാണ്. ജാഗിർ, പൗജദാർ, കരാറ് ഇതൊക്കെ പേർഷ്യനാണ്. കച്ചേരി ഹിന്ദുസ്ഥാനിയാണ്. സൂപ്രണ്ട്, കൊമ്പിഞ്ഞി, റിപ്പോർട്ട്, റെസിപ്റ്റ്, രസീതി ഇതൊക്കെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മലയാളത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഇണങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ രേഖകളുടേതെന്ന് പറയാതെ വയ്യ. ഇതെല്ലാം വന്നുകൂടിയതാണ് മലയാളം. ധാരാളം 10, 12 12 13 ഭാഷകളിൽ നിന്ന് നമ്മൾ പദങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കലർന്ന് മലയാളം അതിൻ്റെ ശേഷിയും ശേമുഷിയും പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. വേറൊന്ന് വ്യാകരണികതയുള്ള രൂപങ്ങളും വാക്യങ്ങളും. തൊട്ടു മുമ്പ് ഞാനത് സൂചിപ്പിച്ചു. വ്യാകരണപരമായി സാധുവായിട്ടുള്ള വാക്യങ്ങളും പ്രയോഗങ്ങളും പ്രകൃതിപ്രത്യ ബന്ധങ്ങളും ഉള്ള അനേകം ചിഹ്നങ്ങൾ നമുക്ക് ഈ രേഖകളിൽ കാണാനാവുന്നു. ശൈലി പ്രയോഗങ്ങൾ. മറ്റൊന്ന്, മലയാളവൽക്കരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് രൂപങ്ങൾ എത്രയുണ്ട് ഇതിലെന്ന് പരിശോധിക്കുക. മലയാളവൽക്കരിക്കുകയാണ്. മാസനാമങ്ങൾ ഇംഗ്ലീഷിലേത് മുഴുവൻ മലയാളത്തിലേക്ക് വരുന്നു. സായപ്പന്മാരുടെ പേരുകൾ നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു. സ്റ്റീഫനെ ഇഷ്ടിവിനും, ക്രിസ്റ്റഫറെ കുത്തപ്പറും, സുപ്രന്തണ്ടനെ സുപ്രന്തണ്ടത്തെയും ഒക്കെയാക്കി പരിവർത്തിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു രാസപ്രക്രിയ ഭാഷയ്ക്കുള്ളിൽ നടക്കുന്ന ഈ കാലത്ത് തന്നെ ഭാഷയുടെ ശേഷിയെക്കുറിച്ച്, വിനിമയ ശേഷിയെക്കുറിച്ച്, സംവേദന മൂല്യങ്ങളെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് ഭരണീയർക്കും ഭരണാധികാരികൾക്കും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഈ ശേഷിയെ ഒട്ടൊക്കെ ഇംഗ്ലീഷുകാർ അംഗീകരിക്കുകയും ഉണ്ട് എന്നതിന് തെളിവാണ് രേഖാശേഖരത്തിൽ ഉള്ള
ഇത്തരം പ്രയോഗങ്ങളുടെ ആവൃത്തി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇംഗ്ലീഷ് രേഖകളിൽ, ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട രേഖകൾ വസ്തുനിഷ്ഠതയിലും ഔപചാരികതയിലും ഊന്നി നിൽക്കുമ്പോൾ മലയാളത്തിലെ രേഖകൾ വസ്തുനിഷ്ഠതയിലും ഔപചാരികതയിലും ഊന്നുന്നതിനൊപ്പം ഭാഷയുടെ ഉപപാദനത്തിലെ സാമൂഹിക മാനങ്ങൾ, കർത്തൃത്വ സ്ഥാനങ്ങൾ, ഭാഷയിൽ പറയുന്നയാളും കേൾക്കുന്നയാളും എഴുതുന്നയാളും വായിക്കുന്നയാളും തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ, ഭാഷ രൂപപ്പെടുത്തുന്ന സ്വത്വബോധങ്ങൾ, ദേശബോധം, സംസ്കാരം തുടങ്ങിയവയൊക്കെ മലയാളം രേഖകളിൽ വിനിമയം ചെയ്യപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ഇംഗ്ലീഷ് വസ്തുനിഷ്ഠതയിലും ഔപചാരികതയിലും ഊന്നുമ്പോഴാണ് മലയാളം അതിനപ്പുറം മനുഷ്യജീവിതത്തിൻ്റെ സർവ്വമണ്ഡലങ്ങളിലും ഇടപെടുന്നതിൻ്റെ ചിത്രങ്ങൾ ഒരുക്കി വയ്ക്കുന്നത്. ഇതിലുള്ള നൂറുകണക്കിന് രേഖകൾ പരിശോധിച്ചോളൂ. അവിടെയൊക്കെ നമുക്ക് ഈ വാദത്തെ സാധൂകരിക്കുന്ന ഉദാഹരണങ്ങൾ ധാരാളമായി കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഈ രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ വ്യാകരണ രൂപവും, ഓരോ പദവും, ഓരോ വാക്യവും നിർണയിക്കുന്ന സംവേദന മൂല്യം മലയാള രേഖകളിൽ വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ ഇത്തരം രേഖകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ധാരാളം സംശയങ്ങളുണ്ട്. ആര്, ആരോട്, എപ്പോൾ, എങ്ങനെ, എന്തിന് തുടങ്ങി നൂറുകണക്കിന് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു ഭാഷക സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ കൃത്യമായി ഒരു ഭാഷ പ്രയോഗിക്കപ്പെടുന്ന ഭാഷയുടെ അതിരിൽ നിന്നുകൊണ്ടല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മറിച്ച് പ്രയോഗിക്കപ്പെടുന്ന ഭാഷയുടെ അതിരുകൾക്കപ്പുറമുള്ള ബന്ധങ്ങളെ ഭാവന ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മലയാളം രേഖ പലതും പറഞ്ഞു തരുന്നുണ്ട്, കൂടുതലായി പലതും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷക സമൂഹത്തിനകത്ത് ജീവിക്കണം. ഇതാണ് ഔദ്യോഗികമായ വിനിമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിനം. ഭാഷകനും സംബോധകനും സംബോധിതനും പറച്ചിൽക്കാരനും കേൾവിക്കാരനും ഒക്കെ, അല്ലെങ്കിൽ അവരുൾപ്പെടുന്ന സമൂഹവുമൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ ഓരോന്നും ഭാഷയുടെ സജീവമാനങ്ങളിൽ നിന്ന് ഉദയം കൊള്ളുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ചില വ്യാകരണ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചാൽ ഇത് മനസ്സിലാവും. അനുപ്രയോഗങ്ങൾ ഇല്ലാതിലകാരനൊന്നും പറയുന്നില്ല. മിഷണറിമാരായ വൈയാകരണന്മാർക്കൊന്നും മനസ്സിലായില്ലത്. ഗുണ്ടറ്റിന് യൂറോപ്യൻ വ്യാകരണത്തിൻ്റെ പരിചയമുണ്ടായിരുന്നതുകൊണ്ട് ഗുണ്ടറ്റിന് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, ഇത് ക്രിയയുടെ തന്നെ മറ്റെന്തോ ഒരു പരിപാടിയാണ് എന്ന് വിചാരിച്ചിട്ട് സഹായ ക്രിയകൾ എന്ന് പറഞ്ഞു. റവറൻഡ് ജോർജ് മാത്തൻ പോലും അതിനെ വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. വലിയ കാര്യമായി സഹായ വചനം എന്ന പേരിൽ അദ്ദേഹം അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളപാണിനി ഇതിനെ കുറെ കൂടി വിശദപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളപാണിനി 1917 കേരളപാണിനീയത്തിൻ്റെ പുതിയ പതിപ്പിലാണ് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നത്. എന്നാൽ 1796 97 എഴുതപ്പെട്ട ഈ രേഖകളിൽ അനുപ്രയോഗങ്ങൾ ധാരാളമായി കണ്ടെത്താൻ പറ്റും. എന്താണ് അനുപ്രയോഗങ്ങൾ? ഒരു ധാതുവിന് പരമായി പ്രയോഗിക്കുന്ന മറ്റൊരു ധാതു അതിൻ്റെ പ്രാക് പ്രയോഗത്തിൽ ഉണ്ടാക്കുന്ന അർത്ഥപരമായ വ്യത്യാസങ്ങളാണ്. മലയാളത്തിൻ്റെ വളർച്ചയിലെ മുഖ്യമായ ഒരിനമാണ് അനുപ്രയോഗങ്ങൾ. അർത്ഥങ്ങൾ പ്രത്യയങ്ങൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനാവാത്ത ഒട്ടേറെ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് അനുപ്രയോഗങ്ങളിലൂടെ കഴിയുന്നു. ഒരു ക്രിയയുടെ അർത്ഥം അവിടെ നിജപ്പെടുത്താതെ അതിൻ്റെ സാധ്യതകളിലേക്ക് നമ്മളുടെ ശ്രോതാവിനെ കൊണ്ടുപോകാൻ നമുക്ക് അനുപ്രയോഗങ്ങളിലൂടെ കഴിയുന്നു. ഈ രേഖാശേഖരം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള അനുപ്രയോഗങ്ങൾ ധാരാളമുണ്ട്. നിഷേധരൂപങ്ങളുണ്ട്, സർവനാമരൂപങ്ങളുണ്ട്, പ്രകാരപ്രത്യയങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ പ്രകാരപ്രത്യയങ്ങൾ മിക്കവാറും എല്ലാം പിരിച്ച് തന്നെ, അട്ടയൊഴികെ ബാക്കിയുള്ളതെല്ലാം പിരിച്ച് തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഇടയിൽ ചേർത്തിട്ട് പോകുകയും വേണം, നീ ഇങ്ങ വരികയും വേണം എന്നൊക്കെ പറയുന്നില്ല.
അപ്പോൾ ചേർത്തിട്ടാണ് ഇതിനെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യാകരണപരമായി കൂടി ഇത് സാധുവാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഈ മലയാളത്തിൻ്റെ പുതിയ വ്യാകരണം അന്വേഷിക്കുന്നവർക്ക് ഈ രേഖാശേഖരത്തിലെ മാതൃകകൾ ധാരാളമായി ഉപയോഗിക്കാനാവും. ഞാൻ ചുരുക്കുകയാണ്. ജനജീവിതത്തിൻ്റെ ബഹുസ്വരമായ ഇടപെടലുകളെ എങ്ങനെ ഭാഷാനിഷ്ഠമാകുന്നു എന്നതിന് ഏറ്റവും നല്ല മാതൃകയാണ് തലശ്ശേരി രേഖകൾ. ഇവയെല്ലാം വ്യാകരണവൽക്കരിക്കപ്പെടുന്നു. നമ്മളെ പ്രയോഗങ്ങൾ ഓരോന്നും എങ്ങനെയാണ് വ്യാകരണവൽക്കരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ രേഖകൾ നമുക്ക് ഉപകാരമാകും. യഥാർത്ഥത്തിൽ ദേശഭാഷയായ മലയാളത്തെ ഔദ്യോഗിക ഭാഷയാക്കി വളർത്തുന്നതിൽ ഐക്യകേരള രൂപീകരണ ഘട്ടം മുതൽ നാം പിന്നോക്കം പോയി എന്ന് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കിത് സെക്രട്ടേറിയറ്റ് ഭരണത്തിൻ്റെ ഭാഷയല്ലാതെ ആയി മലയാളം മാറുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് ഈ അടുത്ത കാലത്താണ്, 2-3 വർഷങ്ങൾക്ക് മുൻപാണ് നമുക്ക് ഭരണഭാഷയെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഭരണഭാഷയെക്കുറിച്ചുള്ള ആലോചനകൾ കേരളത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഐക്യകേരളം രൂപീകരിക്കപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഐക്യകേരളം രൂപീകരിക്കുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലബാറിൽ ഭരണവ്യവഹാരങ്ങൾക്ക് ഈ ഭാഷ സജ്ജമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കോളനി അനന്തര സാഹചര്യത്തിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദേശഭാഷ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അപ്പം ഒരു പക്ഷത്തെ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഒരിടത്ത് കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ച, ഇതെല്ലാം കൂടി ദേശഭാഷയെ ശേഷിയില്ലാത്ത ഒരു ഭാഷയാണ് എന്ന് മനസ്സിലാക്കാൻ നിർബന്ധപൂർവമോ അല്ലാതെയോ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ ആസൂത്രണങ്ങളാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഭാഷയിലെ മലയാളത്തിന് സജീവമായ ഇടപെടലുകൾക്ക് ശേഷിയുണ്ടെന്നും ഇംഗ്ലീഷ് കോളനി ഭരണത്തോട് എതിരിടാനുള്ള ശേഷിയുണ്ടെന്നും മറ്റുമുള്ള ഒട്ടേറെ ആലോചനകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ രേഖകളുടെ പുതിയ വായനകൾ എന്ന് തോന്നിപ്പോവുകയാണ്. ഭാഷയെ വസ്തുനിഷ്ഠമായി സ്വാഭാവികമായി മനസ്സിലാക്കാൻ ഈ രേഖകൾക്ക് കരുത്തുണ്ട് എന്ന് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി.